നമസ്കാരം. പടം പോലും പേടിക്കുന്ന സഖാക്കന്മാർ പിന്നെ ഒരു പാട്ടിനെ പേടിക്കുന്നു എന്ന് പറയുന്നതിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, പാട്ടിനെ അല്ല ആരെയും പേടിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. ഇനി കേസെടുക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാത്രമാണ് മിച്ചമെന്ന് പറയേണ്ടി വരും. അതായിരുന്നു ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നു, പാട്ടിനെതിരെ കേസെടുക്കണ്ട എന്ന്. പക്ഷേ കേസെടുക്കാൻ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്ത് തോന്നുന്നു സാറിന്? ഗോപൻ വെള്ളത്തിൽ വീണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എപ്പോഴും ഭയക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഹോട്ട് വാട്ടറിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പാരഡി ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയമുണ്ടാവുക തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയുടെ ഒരു പ്രത്യേക രീതിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പാർട്ടി ഗാനങ്ങളും ക്രിറ്റിസിസവും ഒക്കെ ഉണ്ടാകും. കാരണം കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത് സമ്പൂർണ്ണ സാക്ഷരത നേടിയവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, അറിവുള്ളവരാണ്, ചിന്തിക്കാൻ കഴിവുള്ളവരാണ്, ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് ഏറ്റവും അവസാനം നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടി കണ്ടത്. കാരണം 9.5 വർഷത്തെ കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തലായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത 4 വർഷം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനും വരികയാണ്. 4 മാസം കഴിയുമ്പോൾ നിയമസഭാ ഇലക്ഷനും വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പാർട്ടി ഗാനങ്ങളും അതേപോലെയുള്ള ക്രിറ്റിസിസവും ഒക്കെ ഭരണകക്ഷിക്ക് അലോസരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനെതിരായിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും. പക്ഷേ ഇപ്പോൾ പാർട്ടി ഗാനത്തിൻ്റെ കേസ് പിൻവലിക്കുകയാണെന്നാണ് അറിയുന്നത്. അത് തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളാണ്. കാരണം പാർട്ടി ഗാനം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ മുൻപ് ഉണ്ടല്ലോ. കരുണാകരനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ ഇത് ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിൽ കരുണാകരനെ ആക്ഷേപിച്ചിട്ടുണ്ട്. കരുണാകരനെയൊക്കെ എപ്പോഴും എത്ര തലങ്ങളിൽ അദ്ദേഹത്തിന്റെ മകനെയും മകളെയും ഒക്കെ എത്ര തലങ്ങളിൽ ആക്ഷേപിക്കുന്നുണ്ട്. AK ആന്റണിയെ എത്ര തലങ്ങളിലാണ്, ഉമ്മൻചാണ്ടി ആക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ പേരെ അത്തരത്തിൽ ആക്ഷേപിച്ചിട്ട് തന്നെയാണ് അവരാരും പക്ഷേ കേസുമായിട്ട് മുൻപോട്ട് പോയില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ BD രാജപ്പൻ എന്ന് പറയപ്പെടുന്ന വേറൊരു ഹാസ്യ ഈ കഥാപ്രസംഗമൊക്കെ നടത്തപ്പെടുന്ന ഒരു ഖാദികൻ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെയാണല്ലോ. വളരെ നല്ല ഗാനങ്ങളെ പോലും ഇത്തരത്തിൽ പലപ്പോഴും വക്രീകരിച്ചിട്ടുണ്ട്, അതിന് ചിലപ്പോൾ വികലമാക്കിയിട്ടുമുണ്ട്. എങ്കിൽ കൂടിയും ആസ്വാദകർ അതിനെ അങ്ങനെ തന്നെയാണ് കണ്ടത്. പക്ഷെ അതിനെതിരെ കേസ് കൊടുക്കാനൊന്നും ആരും പോയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഈ ആക്ഷേപഹാസ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പുറത്തു വരുന്ന ഗാനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു വിശ്വാസി പോലും, അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസി അവർക്ക് പോലും തോന്നിയില്ല അത് അയ്യപ്പനെ അവഹേളിക്കുന്നതാണ്. തോന്നാത്ത സാധനം എങ്ങനെയാണ് പിണറായി വിജയന് തോന്നിയതാണ്. അപ്പോൾ ഈ വോട്ടുകൾ തന്നെയാണ്, വോട്ട് വളരെ കൃത്യമായിട്ട് സ്ത്രീകളുടെ വോട്ടുകളടക്കം വിജയന് ലഭിക്കാതെ വരുന്ന, ഇടതുപക്ഷത്തിന് ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ വളരെ കൃത്യമായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുന്നു. ഈ പാട്ടാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പാട്ടിനെ നിരോധിക്കാൻ, പാട്ടിനെ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും പോകും. അല്ലെങ്കിൽ ഇവർ ചെയ്തു വെച്ച വിജയന്റെ ഭരണകാലത്ത്, പിണറായി വിജയന്റെ ഭരണകാലത്തുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടുമോ? ഒരിക്കലും കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടുകയും ഈ പറയുന്ന ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള വിധിവൈരിപ്യങ്ങളും എന്തെല്ലാം ഭരണവിരുദ്ധതയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സത്യത്തിൽ അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഭരണവിരുദ്ധതയ്ക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്തതെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതിന് പകരം ഒരു പാട്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട്, നമുക്കറിയാലോ കുഞ്ഞൻ നമ്പ്യാരാണെങ്കിലും ചാക്യാരാണെങ്കിലും ഒക്കെ പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങളിലൂടെയാണ്. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനെ സശ്രദ്ധം വളരെ ഗൗരവത്തോടുകൂടി കേൾക്കുകയും അതിനകത്തെ ആ ആക്ഷേപഹാസ്യത്തിനകത്ത് പറയുന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാനും ഒക്കെ അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നു. എനിക്കൊന്ന് കരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ അതിന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ്. പക്ഷേ അവർക്കെതിരെ, കാരണം ഈ UDF-ഓ കോൺഗ്രസുകാർക്കെതിരെയോ ഒക്കെ ഇത്തരത്തിലുള്ള ആക്ഷേപഹാസ്യങ്ങൾ DYFIയുടെ കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ പിണറായി വിജയനെതിരെ ആരെങ്കിലും നാവെടുത്താൽ അതിനെ ഏത് തരത്തിൽ നിയന്ത്രിക്കുക, നിരോധിക്കുക എന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നത് വല്ലാത്ത ഭയം തന്നെയല്ലേ ഇത്? തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയത്തിൽ, ഇപ്പോൾ ആധുനിക രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്, പ്രവണതയാണ് ഇത്തരത്തിലുള്ള ക്രിറ്റിസിസത്തെ അസഹിഷ്ണുതയോടുകൂടി കാണുക എന്നുള്ളത്. രാഷ്ട്രീയ നേതാക്കന്മാർ എപ്പോഴും അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്, കൂടുതൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയുന്നത്, കൂടുതൽ നല്ല നേതാക്കന്മാരാകാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ക്രിറ്റിസിസത്തിൽ കൂടിയാണ്. അതുകൊണ്ട് ഒരിക്കലും ക്രിറ്റിസിസത്തെ
ഭയപ്പെടേണ്ടതായിട്ടില്ല. ക്രിറ്റിസിസം എപ്പോഴും നമ്മളെ നന്നാക്കുന്നതാണ്. അത് ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും തനിക്കെതിരായിട്ടുള്ള ക്രിറ്റിസിസത്തെ സ്വാഗതം ചെയ്യുകയും അതിനനുസരിച്ച് കറക്ഷൻസ് വരുത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം ഒന്നും ഇപ്പോൾ സഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ക്രിറ്റിസിസം വേണ്ട, എല്ലാം ഒരു അടിമകളെ പോലെ ഉള്ള ആളുകൾ മതി CPM-ലേക്ക് എന്നുള്ള ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു നല്ല ട്രെൻഡല്ല. എപ്പോഴും ക്രിറ്റിസിസത്തെ സ്വാഗതം ചെയ്യുകയും അതിനനുസരിച്ച് പാർട്ടിയുടെ നയങ്ങളിലും പരിപാടികളിലും മാറ്റം വരുത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് നേതാക്കന്മാരാണെങ്കിലും ശരി, പാർട്ടിയാണെങ്കിലും ശരി, അതെല്ലാ പാർട്ടികൾക്കും ഒരേപോലെ ബാധകമാണ്. കോൺഗ്രസിനായാലും CPM-നായാലും BJP-ക്കായാലും മറ്റു പാർട്ടികളിലാണെങ്കിലും ശരി, ഇത്തരത്തിലുള്ള ക്രിറ്റിസിസത്തെ സ്വാഗതം ചെയ്യുകയും അതിന് അനുസരിച്ച് പാർട്ടി നയങ്ങളിലും പരിപാടികളിലും മാറ്റം വരുത്തുകയുമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇത്തരത്തിലുള്ള ക്രിറ്റിസിസത്തെ എതിർക്കാൻ പാടില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ ശ്രീ VS-നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ചാനൽ സ്ഥിരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാരഡി ഗാനങ്ങളും ഒക്കെ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും അലോസരപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം അവരെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇത്തരത്തിലുള്ള ക്രിറ്റിസിസങ്ങൾ ശരിയായിട്ടുള്ള രീതിയിൽ കാണുകയും അതിന് എതിരായിട്ട് പ്രതികരിക്കുകയും ചെയ്യുകയാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ പാർട്ടിക്ക് എതിരായിട്ടുള്ള ക്രിറ്റിസിസത്തെ പ്രതികരിക്കുക, അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ക്രിറ്റിസിസത്തെ പ്രതികരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കേസെടുക്കുകയോ അല്ലെങ്കിൽ അവരെ മറ്റു രീതിയിൽ ദ്രോഹിക്കുകയോ ഒക്കെ ചെയ്യുകയല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ക്രിറ്റിസിസം എപ്പോഴും നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു ഊർജ്ജമാക്കി മാറ്റണം. തീർച്ചയായിട്ടും ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയപ്പെടുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയപ്പെടുന്നതിനെയൊക്കെ ഇങ്ങനെ അതിന് പൂച്ചുവിലങ്ങ് ഇടുന്ന തലത്തിലേക്ക് പോകുന്നത് നമുക്കറിയാലോ. ഈ പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എപ്പോഴും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളോട് കൂറു പുലർത്തുകയും അതിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്തവരാണ് എന്നുള്ള ഒരു പഴയകാല വയ്പുണ്ടായിരുന്നു. അതൊക്കെ മാറിയിരിക്കുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ തിരിയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ തിരിയുന്നു. മാത്രമല്ല ഏത് തരത്തിലും അധികാരം ലഭിച്ചാൽ മതി. ഇപ്പോൾ അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരേ രീതിയിൽ അധികാരത്തിൽ തുടർന്ന് കാരണം ഈ സുഖശീതളമേലാണ്. ഇപ്പോൾ AC കാറുകളിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല, AC വീടുകളിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ല. എല്ലാ അർത്ഥത്തിലും സുഖലോലുപതയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സഞ്ചരിക്കുന്നു, ബൂർഷ്വാസിയെക്കാട്ടിലും മുകളിലായിട്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിലേക്ക് എത്തണം. അതിന് തടസ്സമാകുന്നത് എന്താണോ അതെല്ലാം വെട്ടിക്കളയണം. അത് ആളാണെങ്കിലും പാട്ടാണെങ്കിലും പടമാണെങ്കിലും എന്തായെങ്കിലും. അപ്പോൾ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കുന്ന തരത്തിലേക്ക് പിണറായിയുടെ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ മാറി എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ഒരു ബൂർഷ്വാസിയായി മാറിയോ? തീർച്ചയായിട്ടും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരെ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കാലഘട്ടത്തിൽ ശ്രീ MS ആണെങ്കിലും ശ്രീ K നായനാരാണെങ്കിലും ശ്രീ VS അച്യുതാനന്ദനാണ്, അതേപോലെയുള്ള പാർട്ടിയുടെ CPM-ൻ്റെ സമുന്നത നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഐഡിയോളജിക്കൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇടതും വലതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ മാറി മാറി വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ടൈം കോൺഗ്രസ് ഭരിക്കുമ്പോൾ അടുത്ത ടൈം CPM-ലേക്ക് വരുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരു സർക്കുലേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ കൂടി കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയും. കുറേ കറപ്ഷനൊക്കെ ഇല്ലാതാക്കുന്നതിനും ഭരണം കൂടുതൽ നന്നാക്കുന്നതിനും. കാരണം മോശമായ ഒരു ഭരണം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ വീണ്ടും തങ്ങൾക്ക് ഭരണം കിട്ടുകയില്ല എന്ന ഒരു തോന്നൽ പാർട്ടികൾക്കൊക്കെ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഈ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കൊറോണ വൈറസ് വന്ന കാലഘട്ടത്തിൽ കുറേ കൂടെ നല്ല ഒരു സേവനങ്ങളൊക്കെ ജനങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കുകയും വീണ്ടും CPM-നെ അധികാരത്തിൽ എത്തിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ രണ്ടാം പിണറായി ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ ഏറ്റവും മോശമായ ഒരു ഗവൺമെൻറ് ആയിട്ടാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ വൻപിച്ച തിരിച്ചടി നേരിട്ടത്. തിരുവനന്തപുരത്തെ ചുവന്ന കോട്ടകളൊക്കെ തകർന്നു വീഴുന്നത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനോടൊപ്പം തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീ ശബരിമലയെ പോലുള്ള പുണ്യപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ അവിടെ നിന്ന് 10-45 കിലോ സ്വർണം അടിച്ചു മാറ്റുക, കേരളത്തിലെ സഹകരണ ബാങ്കിൽ നിരപരാധികളായ നിസ്സഹായരായിട്ടുള്ള ആളുകളിടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അടിച്ചു മാറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതേപോലെ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും അവിടുത്തെ സർവീസ് ചാർജ് വർദ്ധിപ്പിക്കുക, വിലകൾ വർദ്ധിപ്പിക്കുക, നികുതികൾ വർദ്ധിപ്പിക്കുക,
റോഡിൽ കൂടി ഒരു കാറുമായിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേരളത്തിലെ സകല റോഡുകളിലും നൂറുകണക്കിന് ക്യാമറകൾ സ്ഥാപിക്കുക, എന്നിട്ട് അതിനെല്ലാം പിഴയടിക്കുക, ഒരു റോഡിൽ ഒരു വണ്ടി കാറ് പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിഴയടിക്കുക. ഈ കേരളം ഒഴിച്ച് വേറെ ഒരു സംസ്ഥാനത്ത് ഇതേ കണക്ക് പിഴയും നികുതിയും വിലകളും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ വിലകൾ കൊടുക്കുന്ന, ഒരു കാറോ വണ്ടിയോ കൊണ്ട് റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്ന് കേരളത്തിൽ വളരെ ദയനീയമായിട്ടുള്ള കാർഷിക കേരളം എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയുമ്പോഴും നമ്മുടെ റിസോഴ്സസുകൾ എന്ന് പറയപ്പെടുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കപ്പെടുന്നില്ല. പകരം ഇത്തരത്തിലുള്ള അധിക നികുതി ഉണ്ടാക്കുകയും ആ അധിക നികുതിയിൽ നിന്ന് ജനങ്ങളെ പിഴിഞ്ഞെടുത്ത് പണം ഉണ്ടാക്കുകയും പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലോട്ടറിയും മദ്യവുമാണ്. അതൊക്കെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ താങ്കൾ ഈ പറയുന്ന പോലെ നികുതി ഭാരം ഇനിയും കൂടും, വില ഇനിയും വർദ്ധിക്കും. ഈ വരുന്നത് ഇനിയൊരു ഗവൺമെന്റ് വരികയാണെങ്കിൽ, ഇനിയും ഇവരുടെ തന്നെ ഗവൺമെന്റ് വരികയാണെങ്കിൽ, ഈ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറമായിരിക്കും നികുതി ഭാരം എന്ന് പറയപ്പെടുന്നത്. വരുന്ന ബഡ്ജറ്റിൽ, അതായത് ഇവർ അധികാരത്തിലെത്തി അടുത്ത് തുടങ്ങുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഇതിനേക്കാളേറെ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? അതായത് സംശയമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് അധികാരത്തിൽ മത്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ പാട്ടിനെ പോലും പേടിച്ച് ഇപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. പക്ഷേ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി. പലരും അതിനെതിരെ നിങ്ങൾ ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 30-35 സീറ്റ് പോലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവാണ് ഈ പാട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിയെന്ന് നമുക്ക് അനുമാനിക്കാം.